വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്നാണല്ലോ നാം വായിക്കുന്നത്. അപ്പം ദൈവവചനത്തിൻ്റെ കേൾവിയാലാണ് നമ്മളിൽ വിശ്വാസം ഉളവാകുന്നത് എന്ന് നമുക്കറിയാം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എത്ര പേരത് ഓർത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും കേൾക്കേണ്ടതിനായിട്ട് അത് നമ്മുടെ ചർച്ചിൻ്റെ ചാനലിൽ അത് ഇട്ടിട്ടുണ്ട്. അത് വീണ്ടും കേൾക്കണം. കാരണം പലപ്പോഴും നമ്മൾ വളരെ വ്യത്യസ്തമായി കേട്ട് ശീലിച്ചതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ ഈ പഥ്യവചനം അത് ഉൾക്കൊള്ളുവാനായിട്ട് പലപ്പോഴും വളരെ പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം ജയരാജൻ സഹോദരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജയരാജൻ സഹോദരൻ പറഞ്ഞു, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഉള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യണം. ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജാണ് ഉപയോഗിച്ചത്. ഉള്ളതെല്ലാം ഡിലീറ്റ് ചെയ്താലേ ഈ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം മനുഷ്യനെ ഏറ്റവും വലിയതായിട്ട് ചതിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. എന്നെ ഏറ്റവും അധികം ചതിക്കുന്നത് എന്നിലുള്ളതായ ദേഹിയാണ്. ഈ ദേഹി നമ്മുടെ ജനനം മുതൽ നാം കണ്ടും കേട്ടും പരിചയിച്ചും വന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങളാൽ നിറഞ്ഞ്, പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറില്ലാത്തതായിട്ടുള്ള ഒരു ദേഹിയാണ്. പുതിയ കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പഴയതൊക്കെ ഡിലീറ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ സ്റ്റോറേജ് ഫുൾ, ഇനി ഒന്നും അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റം അങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രയോജനമുള്ളത് അതിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്, ശേഖരിക്കാനായിട്ട് കഴിയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ പ്രയോജനമില്ലാത്തതായ വഷളത്വം നിറഞ്ഞതായിട്ടുള്ള എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ, ഒഴിവാക്കി കളയാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രമേ നമുക്ക് പഥ്യോപദേശം നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഡിലീറ്റ് ചെയ്യണം. അത് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അത് ഡിലീറ്റ് ചെയ്യണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. ശരി, പുതിയ നിയമവും പഴയ നിയമവും നമുക്ക് വളരെ പരിചിതമാണ്. എന്നാൽ നാം ഇന്ന് ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ സന്ദേശങ്ങൾ ഒരുപക്ഷെ ഒരു ഭൂരിപക്ഷവും പുതിയ നിയമത്തിൽ നിന്നാണ്. എന്നാൽ മറ്റ് പല സഭകളിലേക്കും പോയാൽ അവിടെയൊക്കെ സന്ദേശങ്ങളിൽ 95% പഴയ നിയമത്തിൽ നിന്നാണ്. ഈ പഴയ നിയമവും പുതിയ നിയമവും, അല്ലെങ്കിൽ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനിക ക്രിസ്തീയ ലോകം ജീവിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിലാണെങ്കിലും പഴയ ഉടമ്പടിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ കീഴിലാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയം നിങ്ങൾക്കറിയാം, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് ആത്മാവ് 40 ദിവസം മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം മരുഭൂമിയിലായിരുന്നു. ആ മരുഭൂമിയിലുള്ള ആ സമയത്തിന് ശേഷം കർത്താവ് പുറത്തേക്ക് വന്നിട്ടാണ് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത്. കർത്താവ് എന്താണ് പ്രസംഗിച്ചു തുടങ്ങിയത്? കർത്താവിൻ്റെ ആദ്യത്തെ വാക്കുകൾ സുവിശേഷങ്ങളിൽ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. എന്താണ് കർത്താവിൻ്റെ ആദ്യത്തെ സന്ദേശം? മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് 14-15 വാക്യങ്ങൾ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതായത് അതുവരെ ദൈവരാജ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതുവരെ ദൈവം വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്നതായിട്ടുള്ള രാജ്യം ഉണ്ടായിരുന്നു. അതും ദൈവരാജ്യവും തമ്മിലെ വ്യത്യാസമാണ്.
കർത്താവായ യേശു പ്രസംഗിച്ചു തുടങ്ങുന്നത് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം എടുത്തു നോക്കിയാലും ഇതേ പദങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പഴയ ഒരു രാജ്യമുണ്ട്. അപ്പൊ അന്ന് യഹൂദന്മാരൊക്കെ റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ കീഴിലായിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഗവർണറായിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഏരിയ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന റോമൻ സാമ്രാജ്യം ഓരോ പ്രവിശ്യകളും ഭരിക്കുവാനായിട്ട് ഗവർണർമാരെ ഏൽപ്പിച്ചിരുന്നു. അതിലൊരാളായിരുന്നു പീലാത്തോസ്. അപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലാണ് ഇസ്രായേൽ ജനം കഴിഞ്ഞിരുന്നത്. അപ്പൊ ഇസ്രായേൽ ജനം നോക്കിയിരുന്നത് മെശിഹ വന്ന് അവർക്ക് ഒരു മിശിഹ ഭരിക്കുന്നതായ ഒരു ദൈവരാജ്യം അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. മിശിഹ രാജാവായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു രാജ്യമാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വന്നേച്ച് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്നത് ദൈവരാജ്യമല്ല, മറിച്ച് അബ്രാഹാമിന്റെ സന്തതികൾക്കും പരമ്പരകൾക്കും കൊടുത്തതായിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള രാജ്യമായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ പ്രധാന ഒരു ഭാഗം ഈ ഭൗതികമായിട്ട് അവർക്ക് കൊടുത്തതായ അവരുടെ വാക്തത്വമായിരുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ ചുറ്റിപ്പറ്റിയും അങ്ങനെ അവര് ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനു വേണ്ടി അവരെ അല്ലെങ്കിൽ മിശിഹായുടെ ജനനത്തിനു വേണ്ടി ഒരു ജനതയെ ഒരുക്കുന്നതിലേക്ക് വേണ്ടിയായിരുന്നു അന്ന് കൊടുത്തിരുന്നതായിട്ടുള്ള അനേക സന്ദേശങ്ങളും എന്ന് പറയുന്നു. അതിൽ അവർക്ക് ഒത്തിരി വാക്തത്വങ്ങൾ ഈ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിശേഷം. അതായത് പഴയ ഉടമ്പടിയുടെ കീഴിൽ അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഭൗതികമായ രാജ്യത്തെ സംബന്ധിക്കുന്നതല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിശേഷമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് കർത്താവ് അന്ന് യെരുശലേമിന്റെ വീഥികളിലേക്ക് ഇറങ്ങുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലേക്ക് മാനസാന്തരം എന്ന് പറയുന്നത് ആ രാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആവശ്യമാണ്. മാനസാന്തരം എന്ന പദത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത്. കർത്താവിന്റെ വരവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്നതായിട്ടുള്ള യോഹന്നാൻ സ്നാപകനും താനും പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ പുതിയ സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കടക്കുവാനായിട്ട് എല്ലാവർക്കും വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യമാണ് മാനസാന്തരം. മാനസാന്തരപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലൊരു വ്യത്യാസം ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ ഉടമ്പടിയിൽ ഒരാളുടെ കണ്ണ് പൊട്ടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യാൻ പരമാവധി അനുവാദം ഉണ്ടായിരുന്നത്? കണ്ണിന് കണ്ണ്, അല്ലേ? അതായത് ഒരു കണ്ണ് നിന്റെ പൊട്ടിച്ചാൽ നീ ഒരു കണ്ണ് പൊട്ടിക്കാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചൊരു കണ്ണ് പൊട്ടിക്കണം എന്ന് പറയുന്നതിന് കാരണം, സാധാരണഗതിയിൽ ഒരു അടിയൊക്കെ കിട്ടി ഒരു കണ്ണ് പോയാൽ തിരിച്ചുള്ള അവന്റെ മനോഭാവം എന്ന് പറയുന്നത് അവനെ കൊന്നുകളയാനാണ്, അല്ലെ? അതാണ് സ്വാഭാവികമായിട്ടും ആളുകളുടെ. അല്ലെങ്കിൽ അടിച്ച് പല്ല് പറിച്ചു, ഒരു പല്ല് പോയി അല്ലെങ്കിൽ 2 പല്ല് പോയി എന്ന് പറഞ്ഞാൽ തിരിച്ച് ആക്രമിച്ച് അവൻ മരണപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താണ് അന്ന് മോശ മുഖാന്തരം കൊടുത്തത്? ഒരു കണ്ണ് നിന്റെ കളഞ്ഞാൽ നീ പരമാവധി ഒരു കണ്ണേ കളയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പല്ല് കളഞ്ഞാൽ ഒരു പല്ല് കളയാവുള്ളൂ. കാരണം ഈ വാക്തത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിലാണ്. ഒരാളെ അടിച്ച് കൊന്ന് അവൻ ചത്തുപോയി കഴിഞ്ഞാൽ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നോക്കിയിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. മരിച്ചയാൾക്ക് എന്താണ് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് കിട്ടുവാനായിട്ട് കഴിയുന്നത്? എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക്, ഈ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ഒരു ചെവിട്ട് തടിക്കുന്നതിനെ മറു ചെവിടും കൂടെ കാണിച്ചു കൊടുക്കുക, അല്ലേ? അങ്ങനെയാണ് നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പുതിയ നിയമത്തില് ഒരു ചെവിടുത്തടിച്ചു, മറ്റേ ചെവിടും കൂടെ കാണിച്ചു, അവിടെയും കൂടെ അടിച്ചു കഴിഞ്ഞപ്പം ആള് ചത്തുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത? പഴയ ഉടമ്പടിയിൽ എന്തായിരുന്നു? പഴയ ഉടമ്പടിയിലാണെങ്കിൽ അവരുടെ എല്ലാ വാക്തത്വങ്ങളും ഭൂമിയിലായിരുന്നതുകൊണ്ട് അവർക്ക് ആ വാക്തത്വം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്നാൽ പുതിയ ഉടമ്പടിയിലെ വാക്തത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിലല്ല, അത് നിത്യതയിലാണ്. നീ മറ്റേ ചെവിടും കൂടെ കാണിച്ചു കൊടുത്തോളൂ, അവൻ അവിടെയും മരിച്ചാൽ നീ എന്നോട് കൂടി ഇരിക്കും,
നിന്റെ വാഗ്ദത്ത ദേശത്ത് നീ എത്തിപ്പെടും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. അപ്പോൾ ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും, അതല്ല എങ്കിൽ പഴയ രാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ളൊരു വ്യത്യാസം ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയിൽ നിന്നും യാതൊരു വക ബന്ധവുമില്ല. എന്ന് വെച്ചാൽ പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ്. അല്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്കും യേശുക്രിസ്തുവിലൂടെ ആദമിന് മുതൽ ദൈവം കൊടുത്തതായിട്ടുള്ള മനുഷ്യന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പുറകോട്ടുള്ളതെല്ലാം ഒരു നിഴൽ മാത്രമാണ്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ പഴയ നിയമത്തിലെ വാക്തത്വങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഷെയർ ചെയ്യുകയും അതൊക്കെ എടുത്ത് നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊക്കെ നിഴലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആദത്തിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടതായിട്ടുള്ള ദൈവികമായിട്ടുള്ള തേജസ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ നൽകുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഏദനിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ വീണ്ടെടുക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യവും പിന്നെ ദൈവം രാജാവായിട്ട് ഭരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടവും. അപ്പൊ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ അങ്ങനെ പ്രസംഗിച്ചതായിട്ടുള്ള കർത്താവ് ഭൂമിയിൽ ഏതെങ്കിലും രാജ്യം സ്ഥാപിച്ചോ? ഇല്ല, ഭൂമിയിൽ ഒരു രാജ്യവും സ്ഥാപിച്ചില്ല. എന്നാൽ കർത്താവ് എല്ലാ മനുഷ്യരിലേക്കും വസിക്കുവാനായിട്ട് വരികയും സഭയിലേക്ക് വസിക്കുവാനായിട്ട് വരികയും ചെയ്തതുകൊണ്ട് ഒരു ആത്മീകമായിട്ടുള്ള ഒരു രാജ്യമാണ് കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ചത്. അത് നമുക്കറിയാം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴുന്നുവെങ്കിൽ നാം ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതേ അർത്ഥമുള്ളൂ, അവിടെ രാജാവ് ദൈവവുമാണ്. അപ്പോൾ രാജാവ് ദൈവവുമായിരിക്കുന്ന എല്ലാ സ്ഥലവും ദൈവത്തിന്റെ രാജ്യമാണ്. എന്റെ ഹൃദയത്തിൽ ദൈവമാണ് രാജാവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ രാജ്യമാണ്. എന്റെ കുടുംബത്തിൽ ദൈവമാണ് രാജാവെങ്കിൽ ആ കുടുംബത്തിന്റെ രാജാവ്, ആ കുടുംബം ദൈവരാജ്യമാണ്. ഒരു സഭയിലും രാജാവ് കർത്താവാണെങ്കിൽ ആ സഭയും കർത്താവിന്റെ രാജ്യമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഈ ലോകത്തിലെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റുകളല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൽ ഉണ്ടാവേണ്ടത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതാണ് ദൈവരാജ്യം. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ അവിടെ ദൈവമാണ് ഭരിക്കുന്നത്. അത് നമ്മുടെ കുടുംബത്തിലുണ്ടാവുമ്പോൾ അവിടെ ഭരിക്കുന്നത് ദൈവമാണ്. അത് നമ്മുടെ സഭയിലുണ്ടായാൽ അവിടെ ഭരിക്കുന്നത് ദൈവമാണ്. ദൈവം ഭരിക്കുന്ന എല്ലാ സ്ഥലവും, ദൈവത്തിന് ഭരിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നതായിട്ടുള്ള എല്ലാ ഹൃദയങ്ങളും ദൈവം ഭരിക്കുന്നതായിട്ടുള്ള ദൈവിക രാജ്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ദൈവം ഭരിക്കുന്ന ദൈവരാജ്യമാണോ നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പക്ഷെ അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ നീതി ഉണ്ടാവണം, സമാധാനം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഉണ്ടാകണം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരുടെ ധാരാളം പ്രസംഗങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും അങ്ങനെ പ്രസംഗിക്കുന്നവരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ആ സന്തോഷവും സമാധാനമോ അവര് ആസ്വദിക്കുന്നുണ്ടോ? അവരെ കുറിച്ച് പറയേണ്ട, നമ്മളെ കുറിച്ച് ദൈവരാജ്യത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായിട്ടുള്ള സമാധാനവും സന്തോഷവും ഭരിക്കുന്നതായിട്ടുള്ള ആളുകളാണോ നാം? ഇല്ലെങ്കിൽ എന്തോ ഒരു പിശക് എവിടെയോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് വാഗ്ദത്തം ചെയ്തത് ആ കർത്താവിന്റെ സമാധാനമാണ്. അപ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള സമാധാനവും സന്തോഷവും നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം എപ്പോഴും അങ്ങനെ ഭാരപ്പെട്ടും ഞെരങ്ങിയും പിറുപിറുത്തും ഒക്കെയാണ് നാം നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എവിടെയോ ഒരു ട്രാക്ക് തെറ്റിയാണ് നാം ഓടുന്നത്. നമുക്കറിയാമല്ലോ, ക്രിസ്തുവിൽ വിശ്വസിച്ചതായിട്ടുള്ള 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാരായിട്ടുള്ള അനേകായിരം ആളുകൾ, അവര് ഇപ്പൊ പൗലോസിനെ സംബന്ധിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലൻ ജയിലിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്താ?
സന്തോഷിപ്പിൻ എന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ. പൗലോസിന് ജയിലിൽ കിടന്നപ്പോൾ യാതൊരു ദുഃഖവും ഉണ്ടായില്ല. പൗലോസിന് അടി കൊണ്ടപ്പോൾ ദുഃഖമുണ്ടായില്ല. അതുപോലെ തന്നെ ശീലാസും പത്രോസും അടി കൊണ്ടപ്പോൾ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. എന്തായിരുന്നു അവരുടെ സന്തോഷം? കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടികൊള്ളുവാൻ യോഗ്യരായി എണ്ണപ്പെട്ടു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടികൊള്ളുവാൻ ഞങ്ങൾക്ക് യോഗ്യരായി ഞങ്ങളെ ദൈവം കണ്ടു. അതുകൊണ്ട് അവര് സന്തോഷിച്ചു കൊണ്ടുപോയി. അടി കിട്ടുമ്പോൾ നിലവിളിക്കുന്നതിന് പകരം അവര് പാട്ടുപാടി, അല്ലേ? പത്രോസും അല്ലെ ആമത്തിൽ പൂട്ടിയിട്ടിരിക്കുക, കൈയും കാലും ഒക്കെ പൂട്ടി, കാലുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, നടക്കാൻ പറ്റുന്നില്ല. അവര് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾക്കും അതീതമായി ഏത് പ്രയാസത്തിലൂടെ കടന്നുപോയാലും അത് മരണഭീതി ദൈവജനത്തിനില്ല. പ്രാണഭീതിയിൽ കൂടെ നാം കടന്നുപോയാൽ പോലും സന്തോഷിക്കുന്ന ഒരു സന്തോഷമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു സന്തോഷം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എവിടെയോ ട്രാക്ക് തെറ്റി ഓടാനായിട്ട് തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളോട് ചോദിച്ചു, ഇന്ന് കർത്താവ് വന്നാൽ അല്ലെങ്കിൽ നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അധികം ആളുകൾക്കൊന്നും കൈപൊക്കാനുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കൈ പൊക്കാത്തവരെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല. ഇനി പൊക്കിയവരോട് തന്നെ 2-3 ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ പറയും, അയ്യോ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നൊക്കെ പറയും. കാരണം ഈ തെറ്റായിട്ടുള്ള ഉപദേശവും രക്ഷയെ സംബന്ധിക്കുന്നതായിട്ടുള്ള നിർണയമില്ലാത്തതുമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്ഷാനിർണയം പ്രാപിക്കുക, യഥാർത്ഥത്തിലുള്ള വിശ്വാസം, സത്യവിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്തോഷവും സമാധാനവും, താൻ വാഗ്ദത്തം ചെയ്തതായുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ സുവിശേഷം, ആ നല്ല വിശേഷം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് ആവശ്യമാണ്. ശരി, ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന അനേക പ്രസംഗങ്ങളും അതിനെക്കുറിച്ച് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: ആജ്ഞയുടെ ഉപദേശമോ, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല താനും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവർ ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അവർ പറയുന്നത് എന്താ, സ്ഥാപിക്കുന്നത് എന്താന്ന് അവർക്ക് ഉറപ്പൊന്നുമില്ല. ഈ ധർമ്മോപദേശം എന്ന് പറയുന്നത് തെറ്റാണോ? ഇന്ന് ധർമ്മോപദേശം ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലേ? അത് സ്കൂളുകളിലെ സന്മാർഗ പാഠം എന്ന് പറഞ്ഞ ധർമ്മോപദേശമാണ്. ഇന്ന് സഭകളിൽ കൊല്ലരുത്, മോഷ്ടിക്കരുത്, സ്നേഹിക്കണം, ഇതൊക്കെ ധർമ്മോപദേശമാണ്. അപ്പോൾ ഈ ധർമ്മോപദേശം മാത്രവുമായിട്ട് നാം ഇരുന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രയോജനവുമില്ല. അത് ഒരിക്കലും ഈ ഉപദേശം നമ്മൾക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട്, ധർമ്മോപദേശം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മുടെ ജീവിതത്തില് ഈ ധർമ്മോപദേശം കേൾക്കാൻ തുടങ്ങിയിട്ട് 10, 20, 30, 40, 50 വർഷമായി. ഇത് കേട്ടിട്ടൊന്നും നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അത് വൃഥാവാദങ്ങളിലേക്ക്. ഈ ഓരോ ധർമ്മോപദേശവും കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും, ഇന്നങ്ങോട്ട് ഞാനൊരു തീരുമാനം എടുക്കുക നന്നാവാനായിട്ട്. ഇന്ന് തീരുമാനമൊക്കെ എടുത്ത് നമ്മളങ്ങ് പോകും. നമ്മൾ പിന്നെയും തദൈവ, അല്ലെ, നമ്മൾ എങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിട്ട് നമ്മൾ മുമ്പോട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ ധർമ്മോപദേശം എന്ന് പറയുന്നത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നതായിട്ടൊരു കാര്യമല്ല. അതിനു മുമ്പേ നാം പഠിക്കേണ്ടതായിട്ടുള്ള പഥ്യോപദേശം അല്ലെങ്കിൽ ദൈവവചനത്തിലെ പഥ്യ ഉപദേശത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിൽ അത് അങ്ങനെ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. റോമർക്ക് എഴുതി, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4/3 മുക്കാൽ ഭാഗവും പഥ്യോപദേശവും, ധർമ്മോപദേശം കേവലം 3-4 പേജ് മാത്രമേ ഉള്ളൂ. എബ്രായ ലേഖനം എടുത്തു കഴിഞ്ഞാൽ 13 അധ്യായത്തിൽ അതിന്റെ 12 അധ്യായവും പഥ്യോപദേശമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതിയിലേറെയും പഥ്യോപദേശമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എടുക്കുക, അതിലും പകുതിയിലേറെയും പഥ്യോപദേശമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുക്കുക, അവസാനത്തെ ഒരു അധ്യായം ഒഴികെ ബാക്കി മുഴുവൻ പഥ്യോപദേശമാണ്. യഥാർത്ഥത്തിൽ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയതായിട്ടുള്ള ആ പഥ്യ ഉപദേശത്തിൽ നാം അടിസ്ഥാനപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നാം
രൂപാന്തരപ്പെട്ട് നാം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ശരി, ഇന്ന് പൊതുവിൽ ആരോട് ചോദിച്ചാലും നിങ്ങൾ മരിച്ചാൽ എവിടെയായിരിക്കും, നിത്യതയിലായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ ആളുകൾ പൊതുവെ യാതൊരു ഉറപ്പുമില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാർക്ക് ആർക്കും അങ്ങനെ ഒരു ഉറപ്പില്ലായികയൊന്നും ആയിരുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് നമ്മൾ അത്ര ശരിയല്ല എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. നമുക്ക് ശരിയല്ല, നാം ശരിയല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതൊരു ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ഞാൻ ശരിയാണ്, ഇനി അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്ക് നന്നാവാനില്ല എന്നൊരാൾ ചിന്തിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രസംഗവും കേൾക്കേണ്ട ആവശ്യമില്ല, സഭായോഗത്തിന് പോകേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് വീട്ടിൽ ഇരുന്നാൽ മതിയായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഈ യോഗത്തിലുണ്ടെങ്കിൽ അവർക്ക് ആർക്കും നമുക്ക് ഈ വചനത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ വചനത്തിന്റെ ആവശ്യമില്ലാത്ത ഒരാളുകളാണ് ആര്? ഞാൻ ശരിയാണ്, എനിക്കൊന്നും പ്രശ്നമില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികൾ എന്ന് പറയുന്നവരിലും കണ്ടിട്ടുണ്ട്, അല്ലാത്തവരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര നിഗളികളും അങ്ങനെയുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിനൊന്നും ചെയ്യാനായിട്ടില്ല. എന്നാൽ എനിക്ക് കുറവുണ്ട്, പരാജയമുണ്ട് എന്ന് സമ്മതിക്കുന്നത് അവർക്ക് മാത്രമേ, അവരുടെ ജീവിതത്തിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരി, മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഈ പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര ക്രൂരനും പുതിയ നിയമത്തിലെ ദൈവം അല്പം ക്രൂരത കുറഞ്ഞ ആളുമാണ്, അല്ല എങ്കിൽ കുറെ കൂടി കൃപയുള്ള ആളാണ് എന്നൊരു പൊതുചിന്ത വിശ്വാസ ലോകത്തുണ്ട്. നമുക്ക് ആർക്കും അങ്ങനെ ഇല്ല എന്നെനിക്കറിയാം. എന്നാൽ ഈ പഴയ നിയമത്തിലെ കൽപ്പനകളെ പ്രമാണിക്കുവാനായിട്ട് ആളുകൾക്ക് സാധിച്ചില്ല. അത് ന്യായപ്രമാണം ശിശുപാലകനായിട്ട് ഭവിച്ചു. ഏതെങ്കിലും ഒരു കൽപ്പനയിൽ തെറ്റിയാൽ എല്ലാം തെറ്റിയതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ദൈവവചനത്തിൽ നാം കേട്ടതാണ്. അപ്പോൾ പക്ഷെ നമ്മൾ നിത്യതയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കുള്ള സംശയം എവിടെയാ കിടക്കുന്നത്? നമ്മുടെ പ്രവൃത്തികൾ ശരിയല്ല എന്നുള്ള ആ മേഖലയിലാണ് കിടക്കുന്നത് അല്ലേ. എന്നാൽ പ്രവൃത്തികളാൽ ആർക്കും രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ആർക്കും അവരുടെ പ്രവൃത്തി, രക്ഷയുടെ കാര്യത്തിൽ ഒരാൾക്കും അവരുടെ പ്രവൃത്തിയിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് വചനത്തിലെ ഒരു വലിയ പ്രമാണം തന്നെയാണ്. അപ്പോൾ പ്രവൃത്തികൾ ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കുന്നു? എനിക്ക് നിത്യതയിലേക്ക് പോകുമോ എന്നുള്ള ഭയം നമ്മളിൽ ഉളവാകുന്നു. എന്നാൽ പ്രവൃത്തികളാൽ അല്ല ഒരാളുടെ രക്ഷ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വല്ലാത്ത വൈരുദ്ധ്യമായിട്ടുള്ള ഭാവം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ നാം പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പ്രവൃത്തികളിൽ തികഞ്ഞവനായി ദൈവരാജ്യത്തിലേക്ക് കിടക്കാനായിട്ടാണ്, നാം നിത്യതയിലേക്ക് കിടക്കാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു വഴി ദൈവം ഒരുക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീരുക എന്ന് പറയുന്ന ഒരു പരിപാടി ബൈബിളിൽ ഒരിടത്തുമില്ല. ശരി, പഴയ നിയമത്തിലെ ദൈവം വളരെ കർശനക്കാരനും പുതിയ നിയമത്തിലെ ദൈവം കൂടുതൽ കൃപയുള്ളവനുമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ? കർത്താവ് താൻ ദൈവരാജ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം, താൻ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം വന്ന ഉടനെ തന്നെ ദൈവരാജ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് ശേഷം ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളെ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. മലയിലെ പ്രസംഗം എന്നുള്ള നിലയിൽ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ശരി, അവിടെ എന്തൊക്കെയാണ് ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഉദാഹരണം വായിക്കാൻ പരിമിതികൾ കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പഴയ നിയമത്തിൽ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ പക്ഷിയുടെയോ നാൽക്കാലിയുടെയോ എന്തെങ്കിലും ഒരു രൂപം കുത്തി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ കുത്തി ഉണ്ടാക്കാതെ സ്വാഭാവികമായിട്ട് ലോകത്ത് ഉള്ളതായിട്ടുള്ള എന്തിനെങ്കിലും ഒരു രൂപത്തെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന അല്ലെ. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു? പഴയ നിയമത്തിൽ ആർക്കും ഒരു സംശയമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വിഗ്രഹാരാധന എന്ന് കർത്താവ് അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് വിശദീകരിച്ചത് തന്റെ അപ്പസ്തോലന്മാർ വഴിക്ക് എങ്ങനെയാണ്? പുതിയ നിയമത്തിലെ വിഗ്രഹാരാധന എങ്ങനെയാണ്? ദ്രവ്യാഗ്രഹം അല്ലെ, ദ്രവ്യാഗ്രഹിയായിരിക്കുന്ന
വിഗ്രഹാരാധി. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുവാനായിട്ട് ചെന്നാൽ, കർത്താവെ ഞാനൊരു വിഗ്രഹാരാധന നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കും, നിന്നിൽ എന്തെങ്കിലും ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ നീ ഒരു വിഗ്രഹാരാധിയാണ്. പിന്നെ പലപ്പോഴും ദ്രവ്യാഗ്രഹം എന്നുള്ളതിനേക്കാൾ നാം നമ്മെ തന്നെ ആരാധിക്കുന്ന ആളുകളാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാ നാം നമ്മെ തന്നെ ആരാധിക്കുന്നത്? എനിക്ക് വേണ്ടത്ര ബഹുമാനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യും, ഇല്ലേ? എന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എനിക്ക് വേണ്ടുന്നതായിട്ടുള്ള അർഹമായിട്ടുള്ള സ്ഥാനവും ബഹുമാനവും അംഗീകാരവും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ, അതെല്ലാം ലഭിക്കാൻ ഞാൻ പ്രാപ്തനാണ്, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. അപ്പോൾ നാം തന്നെ നമുക്ക് ഒരു വിഗ്രഹമായി തീരുകയാണ് ചെയ്യുന്നത്. നാം തന്നെ നമുക്കൊരു വിഗ്രഹമായി തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയും നമ്മുടെ ഉല്ലാസത്തിന് വേണ്ടിയും നാം ജീവിക്കുമ്പോൾ നാം ആരെയാണ് തൃപ്തിപ്പെടുന്നത്? നമ്മെ തന്നെ തൃപ്തിപ്പെടുത്തുന്നു. നമ്മെ തന്നെ തൃപ്തിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നാം നമ്മുടെ തന്നെ വിഗ്രഹമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നാം തന്നെ നമ്മുടെ വിഗ്രഹമായിരിക്കുന്നു. അതല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നതായിട്ടുള്ള വിഗ്രഹാരാധന. അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്ന പഴയ നിയമത്തിലെ പ്രമാണവും പുതിയ നിയമത്തിലെ പ്രമാണവും തമ്മിൽ വ്യത്യാസമായി. പഴയ നിയമത്തിൽ ആരെങ്കിലും ഒരാളെ ആക്ഷരികമായിട്ട് കൊന്നാൽ മാത്രമേ അത് കൊലപാതകമാകുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകൻ ആകുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ പ്രമാണമാണോ കഠിനം? പഴയ നിയമത്തിലെ പ്രമാണമാണോ കഠിനം? വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള ഒരു പ്രമാണം പഴയ നിയമത്തിലെ ആക്ഷരികമായ ഒരു വ്യഭിചാരമാണെങ്കിൽ മാത്രമേ അതിന് ശിക്ഷയുണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും അവരുടെ മനസ്സിൽ, അവരുടെ മോഹത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനായിട്ടൊരു പ്രമാണം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ആ പ്രമാണവും വന്നു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു. അപ്പോൾ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ കൽപ്പനകൾ പോലും അനുസരിക്കാനായിട്ട് അന്നത്തെ ആളുകളെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ കൽപ്പനകളെല്ലാം കർത്താവ് ഒന്നുകൂടി അങ്ങ് പിടിമുറുക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പഴയ നിയമത്തിലെ അവസാനത്തെ കൽപ്പനയുണ്ടല്ലോ, എന്താണ് അവസാനത്തെ കൽപ്പന? 10 കൽപ്പനകളുടെ അവസാനത്തെ കൽപ്പന എന്താ? മറ്റൊരാളുടെ യാതൊന്നും മോഹിക്കരുത്, അല്ലേ? അത് ഭാര്യയാണെങ്കിലും കാളയാണെങ്കിലും കഴുതയാണെങ്കിലും വസ്തുക്കൾ ഒന്നും മോഹിക്കരുത്. ആ കൽപ്പനയെ ഒന്നെടുത്ത് ഇലാബറേറ്റ് ചെയ്തതേ ഉള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലേക്ക് നാം നോക്കിയാൽ നമ്മൾ പക്ഷെ ഇത്രത്തോളം ഒന്നും നോക്കുന്നില്ല, അല്ലെ? സഹോദരനെ പകയ്ക്കുന്നത് കൊലപാതകത്തിന് തുല്യമായ ഒരു പാപമാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല. മോഹിക്കുന്നത്, സ്ത്രീയെ മോഹിക്കുന്നതല്ല, ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യത്തെ മോഹിക്കുന്നത്, ലോക സുഖങ്ങളെ വാഞ്ചിക്കുന്നത്, അത് നാശത്തിലേക്കാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? പത്രോസ് എഴുതിയ ലേഖനത്തിൽ ലോകത്തിൽ മോഹത്താലുള്ള നാശം, ഈ ലോകത്തിലെ എന്തിനെങ്കിലും കർത്താവിനെ അല്ലാതെ, നിത്യതയല്ലാതെ എന്തിനെങ്കിലും മോഹിക്കുന്നത്, ഈ ലോകത്തിലുള്ള എന്തിനെങ്കിലും മോഹിക്കുന്നത് അത് നാശത്തിലേക്കാണ് എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അപ്പോൾ നാം എത്ര പ്രവർത്തിച്ചാലും ദൈവരാജ്യത്തിന്റെ ആ നിലവാരത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് കഴിയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. മലയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത് അത് തന്നെയാണ്. പിന്നെ വേറെ ധാരാളം കാര്യങ്ങളുണ്ട്. ശരി, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുന്നുവെങ്കിൽ അതിനെ വെട്ടി ദൂരെ കളയുക. കൈ ഇടർച്ച വരുത്തിയതായാലും ഒത്തിരി ആളുകൾ ഇവിടെ ഇല്ലേ? എന്നാൽ എന്റെ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ അതിനെ ചൂടിനെടുത്ത് കളയുക. ആരെങ്കിലും ഇവിടെ ഉള്ള എല്ലാവർക്കും 2 കണ്ണ് ഉള്ളവരാണ്. ആരും അവരുടെ കണ്ണിടർച്ച വരുത്തിയിട്ട് ഇന്ന് വരെ ചൂടിനെടുത്ത് കളഞ്ഞിട്ടില്ല. ദൈവരാജ്യത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് അത്ര ശ്രേഷ്ഠമാണ്. ആ പ്രമാണങ്ങൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് അനുസരിച്ച് നിത്യതയിലെത്തുവാനായിട്ട് കഴിയില്ല. ഉറപ്പായോ? ആണോ? ആണ്, അല്ലേ? അപ്പം നമ്മുടെ പ്രവൃത്തികളിലേക്ക് നോക്കിയിട്ട് നമ്മൾ അയോഗ്യരാണ് എന്ന് ചിന്തിച്ചാൽ, നിത്യതയിലേക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ ചിന്ത ഒരു തെറ്റാണ്. ധനവാൻ
സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം. കർത്താവ് പറഞ്ഞതായൊരു വാക്കാണ്. അപ്പോൾ ധനവാൻ ഒട്ടകം പോലെയുള്ള ധനവാൻ, അതായത് കർത്താവ് ഒരുപക്ഷെ ഉദ്ദേശിച്ചത് വലിയൊരു ധനവാനെ കുറിച്ചായിരിക്കും. ഒട്ടകം പോലെ. സൂചിക്കുഴ എന്ന് പറഞ്ഞത് യെരുശലേമിന്റെ ഒരു വാതിലാണെന്നോ ദേവാലയത്തിന്റെ ഒരു വാതിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ഒരു പരിപാടി ചരിത്രത്തിലും ഇല്ല, ബൈബിളിലും ഇല്ല. സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ ദ്വാരം തന്നെയാണ്. അതിനെ ഒന്ന് ലഘൂകരിച്ച് വളരെ ഞെരുങ്ങിയ ഒരു ഒട്ടകത്തിന് അതിനകത്തൂടെ അകത്ത് കിടക്കുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അതുപോലെ വളരെ ഞെരുക്കമാണ് അങ്ങോട്ട് കിടക്കാൻ എന്നുള്ള വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല. ശരി, വസ്തുതകളെല്ലാം വിട്ട് ദരിദ്രനായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മളൊക്കെ എന്തെങ്കിലും കുറച്ചുകൂടെ സമ്പാദിക്കാൻ നോക്കുന്നവരാ അല്ലേ? ധനവാൻ സ്വർഗരാജ്യത്തിൽ ഇനി ഒട്ടകം പോലെ വലിയതല്ലെങ്കിലും ഒരു കാളയെ പോലെയോ ആടിനെ പോലെയോ അല്ല ഒരു മുയലിനെ പോലെയോ അല്ല ഒരു പുഴുവെ പോലെയോ. ഒരു പുഴുവിന് കിടക്കാൻ പറ്റുമോ സൂചിക്കടയിലൂടെ? ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ധനവാന്മാരാണ്. ഉണ്ണാനും ഉടുക്കാനും ഉള്ളതിനപ്പുറം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ധനവാന്മാരാണ്. പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുവനേക്കാൾ മറ്റൊരുവന് ധനം കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, എന്നാൽ ക്രിസ്തുവിൻ സമ്പന്നൻ അത് മറ്റൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളാൽ നമ്മൾ രക്ഷ പ്രാപിക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് ഒരു കാലത്തും സാധ്യമല്ല. അത് നിങ്ങൾക്ക് ബോധ്യമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മെ നീതീകരിക്കുന്നില്ല, നമ്മെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നില്ല. ആ വഴി അപ്പോൾ അടഞ്ഞു അല്ലെ? ശരിയല്ലേ? അടഞ്ഞോ? എല്ലാവർക്കും ഉറപ്പായോ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്താൽ നമുക്കതൊരു വലിയ മേന്മയാണെന്ന് ഒരു പക്ഷെ ചിന്തിച്ചാൽ അവിടെയും പ്രശ്നമുണ്ട് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനോഭാവം എന്താ? ഞാൻ ഇന്ന ആൾക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തതാണ് അല്ലെ? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം, ഒരു തോന്നല്, ഞാൻ മറ്റുള്ളവരെ ആരെയും പോലെയുമല്ല, അവരാരും ചെയ്തില്ല പക്ഷെ ഞാൻ ചെയ്തു. അവിടുത്തെ നമ്മുടെ മനോഭാവം തെറ്റിപ്പോയി. അപ്പോൾ നാം ഒരു നല്ല കാര്യം ചെയ്തത് അത് നമുക്ക് നന്മയായിട്ട് വന്നോ അതോ നമുക്ക് തിന്മയായിട്ട് വന്നോ? നമുക്ക് തിന്മയായിട്ട് വന്നു. അപ്പൊ അവിടെയും നമുക്ക് രക്ഷയില്ല. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ അത് നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നില്ല, അത് നമ്മളെ വീണ്ടും പാപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം കർത്താവ് പറഞ്ഞാലുള്ള കൽപ്പന എന്താ? നിന്റെ വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാൻ പാടില്ല. ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആർക്കും ചെയ്യാൻ പറ്റില്ല. ആർക്കും ചെയ്യാൻ പറ്റില്ല. അതായത് മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവരാജ്യത്തിലെത്തുക, കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചതായിട്ടുള്ള ആ സുവിശേഷത്തിലേക്ക്, ആ പുതിയ സുവിശേഷം വിശ്വസിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ അംഗങ്ങളായി തീരുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് കർത്താവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനുള്ള ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്നല്ല, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് പെന്തക്കോസ്ത് നാളിലാണ് ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചുകൊണ്ട് അങ്ങനെ ആത്മീയമായിട്ട് മരിച്ച ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതിരുന്നതായിട്ടുള്ള മനുഷ്യനിൽ ദൈവം വാസം ചെയ്യുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടുന്നതായിട്ടുള്ള ആത്മീക ഗ്രഹമായിരിക്കുന്ന സഭയെ ദൈവം പണിയുകയും ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ഈ നല്ല പ്രവൃത്തികളെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച്, അതാ പരീശനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതിനെ കുറിച്ചാണ് പറയുന്നത്. തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന, ഞാൻ നീതിമാനാണ് എന്ന് എന്നെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവണത എന്താണെന്നറിയാവോ? ബാക്കിയുള്ള എല്ലാവരെയും ധിക്കരിക്കുക അല്ലെ? നമ്മളെല്ലാവരെയും ന്യായം വിധി. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ചെയ്യാത്തവനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിധിക്കാൻ തുടങ്ങും, മറ്റുള്ളവരെ ധിക്കരിക്കാൻ തുടങ്ങും. അപ്പോൾ നാം മറ്റുള്ളവരെ വിധിക്കുന്നതിലേക്ക് നമ്മുടെ പ്രയാണം പോവുകയാണ്. അതാണ് നമ്മുടെ പ്രവൃത്തികളാൽ ഒന്നും സാധ്യമല്ല എന്ന് പറയുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്.
ശരി, നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ പ്രവൃത്തികളാൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കി. മൂന്നാം അധ്യായത്തിലേക്ക് വരാം, അതിനുശേഷം നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് വരാം. 3:23 ഏറ്റവും വളരെ ഏറെ പ്രസംഗിക്കപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ യഹൂദന്മാരെ പരിഗണിക്കുന്നുണ്ട്, യവനന്മാരെ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും, ന്യായപ്രമാണം ഇല്ലാത്തവരെ ഒക്കെ പരിഗണിച്ചതിന് ശേഷം പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ പ്രവൃത്തികൾ നോക്കിയാൽ ലോകത്ത് ആരുമില്ല, ഇനി ഒരാൾക്കും ചെയ്യാനായിട്ടും കഴിയില്ല, അല്ലെ? ആരുമില്ല. ഭാവിയിലേക്ക് നോക്കിയാൽ ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുമില്ല. പക്ഷെ വേറൊരു വഴിയാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ, നമ്മുടേതായിട്ടുള്ള ഒരു യോഗ്യതകളും കണക്കിടാതെ സൗജന്യമായിട്ട് ദൈവം ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ നീതീകരിക്കുന്നു. അതായത് കുറ്റം മാത്രമുള്ള, ദൈവതേജസ്സില്ലാത്ത സകലരും പാപികളായിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ശരി, തുടർന്ന് വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായി ലോകത്തിന്റെ മുമ്പാകെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ പിതാവ് എന്തിനാണത് ചെയ്തത്? താൻ നീതിമാനും തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവനെ എല്ലാവരും നീതീകരിക്കുന്നവനുമാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരിയിൽ ഒരു യാഗമായി നിർത്തിക്കൊണ്ട്. അതുകൊണ്ട് ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അപ്പൊ പ്രശംസിക്കുവാനായിട്ട് ആർക്കും ഒന്നുമില്ല. അതാ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി, എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അപ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യന് ആർക്കും തന്റെ പ്രവൃത്തിയിലുള്ള യാതൊരു പ്രശംസയും ഇല്ലാതെ, യഹൂദനുമില്ല, യവനനുമില്ല, അല്ലെങ്കിൽ ജാതിക്കുമില്ല, അങ്ങനെ ആർക്കും ഈ ലോകത്തിൽ പ്രശംസിക്കുവാനായിട്ട് യാതൊരു അവകാശവുമില്ല. പ്രശംസിക്കുവാനുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനാണ്. കാരണം ആ ക്രൂശിലേക്ക് നോക്കുന്നവർക്ക് മാത്രമാണ് വിശ്വാസത്താൽ സൗജന്യമായിട്ട് ഉള്ള രക്ഷ ദൈവം ഒരുക്കിയിരിക്കുന്നത്. 28-ാമത്തെ വാക്യം, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന് പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തി വിശ്വാസം എന്ന് പറയുന്നതായിട്ടുള്ള 2 തലങ്ങളിലേക്ക് വന്നു. പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ അല്ല എങ്കിൽ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം തെളിയിക്കുവാനായിട്ടോ കഴിയുകയില്ല. കാരണം ദൈവരാജ്യത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ലോകത്ത് ഒരു മനുഷ്യനും അനുസരിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ദൈവം തന്റെ വിശ്വാസം എന്നതായിട്ടുള്ള ആ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. ഇത് ദൈവം ഒന്ന് പരാജയപ്പെട്ടതിന് ശേഷം മറ്റൊന്ന് പരിചയപ്പെടുത്തുന്നു എന്നുള്ള നിലയിൽ നമ്മൾ ആരും ചിന്തിക്കാനായിട്ട് പാടില്ല. ഇത് നിന്റെ സന്തതി അവന്റെ തല തകർക്കുമെന്ന് ആദം ഹവ്വമാർക്ക് കൊടുത്തതായിട്ടുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം മാത്രമാണ്.
എന്നാൽ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കേവലം അത് കർത്താവിന്റെ മരണമാണല്ലോ അല്ലെങ്കിൽ കാലമാണല്ലോ AD BC എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നത്. കർത്താവ് BC 4 മരിച്ചതെന്നൊന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആവശ്യമില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കാലം എന്ന് പറയുന്നതൊന്നുമില്ല. നമുക്കാണ് കാലമുള്ളത്, ദൈവത്തിന് കാലമില്ല. ആദിയെങ്കിൽ തന്നെ, ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും, അല്ലെ? അതായത് ദൈവത്തിന് കഴിഞ്ഞു പോയത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളില്ല. ദൈവത്തിന്റെ മുമ്പാകെ ഈ ആദ്യം മുതൽ, അനാദി മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ച് മാത്രമേ ഈ കാലമുള്ളൂ. നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് വന്നുവെന്നും അതിനു മുമ്പ് ഒരു ന്യായപ്രമാണ യുഗം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി പ്രവേശിച്ചത് അത് എന്നാണെന്നാണ് ദൈവവചനം പറയുന്നത്. അതിനെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനത്തില് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 9-ാമത്തെ അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? കർത്താവ് എവിടെ എന്നാ മരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറയും? ഈ കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി. അതായത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, എന്നാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ, അതായത് ഈ ലോകത്തിൽ സംഭവിക്കാത്തതായിട്ടുള്ളൊരു കാര്യം, അല്ലേ? എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഇസ്രായേലില് BC 4 കർത്താവ് ജനിച്ചു, AD 29 കർത്താവിൽ മരിച്ചു എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ പരിമിതികളുള്ള നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ, കാലത്തിന്റെ പരിമിതികളില്ലാത്ത ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്നാണ് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചത് AD 29 അല്ല. എന്നാണ്? കൈപ്പണിയല്ലാത്ത ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായിട്ടുള്ള ഒരു കൂടാരത്തിൽ നിത്യതയിൽ സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊന്ന് തുടങ്ങി, ഒന്ന് പരാജയപ്പെട്ടു, അതുകൊണ്ട് എന്നാൽ അടുത്ത വഴിയിലേക്ക് പോകാമെന്നുള്ളതല്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. നോഹ, അല്ലെ, ആദവും ഹവ്വായും പാപം ചെയ്തു, അവര് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. നമുക്ക് ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് 300 സംവത്സരം അവൻ ദൈവത്തോടു കൂടെ നടന്നു. എന്ത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണോ? അവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ മുമ്പോട്ട് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിതാവായിട്ടുള്ള ദൈവം ഈ കൈപ്പണിയല്ലാത്ത, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായിട്ടുള്ള ഒരു മന്ദിരത്തിൽ കൂടി കർത്താവായ യേശുക്രിസ്തു നിത്യതയിൽ ഒരുക്കിയിരുന്നതായ ആ യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഉള്ള ആളുകളെ സ്വീകരിച്ചിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വിശ്വസിച്ചവരെ നീതീകരിച്ചതായിട്ടുള്ള എബ്രാഹാം മുതൽ നോഹ മുതൽ വിശ്വസിച്ചവരെ നീതീകരിച്ചവരായിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എല്ലാ കാലത്തും മനുഷ്യന്റെ നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രാഹാമിനെ ദൈവം വെച്ചിരിക്കുന്നത്. നമ്മളുടെ വിശ്വാസികളുടെ പിതാവ് പൗലോസ് അപ്പോസ്തലനല്ല, പത്രോസല്ല. പഴയ നിയമത്തിൽ കർത്താവ് തിരഞ്ഞെടുത്തതല്ല, എബ്രാഹാമാണ് വിശ്വാസത്തിന്റെ പിതാവ്. അപ്പോൾ കർത്താവ് എന്താണ് മരിച്ചതെന്ന് ചോദിച്ചാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. അപ്പോൾ അതായത് കർത്താവായ യേശുക്രിസ്തു താൻ മരിക്കുമ്പോൾ നാം എല്ലാവരും കർത്താവിൽ ഉണ്ടായിരുന്നു. അതൊരു വലിയ ഒരു മർമ്മമാണ്, അതല്ലെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശുക്രിസ്തു മരിക്കുമ്പോൾ നാം കർത്താവിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം കാലത്തിന് അതീതനായതുകൊണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?
നാം കർത്താവിലുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട രണ്ടാളുകളെ കുറിച്ച് നമുക്കറിയാം അല്ലെ? എഴുത്തും വെളുത്തും കള്ളന്മാരുണ്ടായിരുന്നു. അതിനപ്പുറം നമുക്ക് ആരെങ്കിലും അറിയാമോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്നാ ക്രൂശിക്കപ്പെട്ടത്? അത് ആക്ഷരികമായി ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ സ്നാനപ്പെട്ടപ്പോഴാണെങ്കിൽ അത് ആത്മീകമായി കർത്താവായ യേശു ക്രിസ്തു എന്ന് ക്രൂശിക്കപ്പെട്ടോ അല്ലെ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ, ഞാൻ അവനോടുകൂടെ മരിച്ചു, ഞാൻ അവനോടുകൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന സമയത്താണ് അങ്ങനെ സംഭവിച്ചത് അല്ലേ? അപ്പോൾ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കിയാൽ 7:29 കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. പൗലോസ് അപ്പോസ്തലൻ മരിച്ചാൽ മാത്രമേ നമുക്ക് കാലത്തിന്റെ പരിമിതികളുള്ളവരായിട്ടുള്ള നമുക്ക് പൗലോസ് അങ്ങനെ മരിച്ചു എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. അല്ല, നിത്യതയുടെ ദൈവത്തിന്റെ ആ കണക്കെടുപ്പിലേക്ക് നമുക്ക് നോക്കിയാൽ, കാലത്തിന് അതീതമായി ചിന്തിച്ചാൽ, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഒരു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചൊരു യാഗം നടത്തി എന്ന് പറയുമ്പോൾ, ഞാനും നിങ്ങളും പൗലോസ് അപ്പോസ്തലനും ഒക്കെ എന്നാണ് ക്രൂശിക്കപ്പെട്ടത്? അത് നിത്യതയിലാണ്. കർത്താവായ യേശു ക്രിസ്തു നിത്യതയിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിട്ടുള്ള എല്ലാ ആളുകളും അവനിൽ ഉണ്ടായിരുന്നു. അവൻ നമ്മിലാകുന്നതായിട്ടുള്ള പ്രക്രിയയാണ് നാം വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നാം അവനിൽ എന്നുണ്ടായിരുന്നു? ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. കർത്താവ് വലിപ്പവും ദൈവമേറിയ ആ കൂടാരത്തിലൂടെ കടന്ന് തന്റെ യാഗമർപ്പിച്ചപ്പോൾ അന്ന് നാം അവനിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ നമ്മിലാകുന്നത് നാം വീണ്ടും ജനനം പ്രാപിക്കുന്ന, നാം വിശ്വസിക്കുന്ന നാളിലാണ്. എത്ര മനോഹരമാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ. അപ്പോൾ നാം എത്തിയിരിക്കുന്ന വിഷയം വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ആണ് നമ്മുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്ന ഒരേ ഒരു കാര്യം, പ്രവൃത്തികളല്ല. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നതിന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. അതിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതായിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ വീണ്ടും അത് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അപ്പൊ ഈ വിശ്വാസത്തോട് ചേർന്ന് ഉള്ളതായിട്ടുള്ളൊരു പദമാണ്, കാര്യമാണ് ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. വിശ്വസിച്ചേൽപ്പിച്ചില്ല. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നുവെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കൂ. നാം അവരെ നമ്മെ തന്നെ ഏൽപ്പിക്കും. നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നാം തയ്യാറാകാതെ നാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ വിശ്വാസം വെറും കപടമാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ശരിതെറ്റുകളെ കുറിച്ച് ബോധമില്ലാത്തതായിട്ടുള്ളൊരു കുഞ്ഞ്, ഇപ്പം 1/2 വയസ്സോ 1 വയസ്സോ ഒക്കെ ഉള്ളൊരു കുഞ്ഞിനോട് ആ കുഞ്ഞിനെ ആ ടെറസിൽ നിർത്തിയിട്ട് അപ്പൻ താഴെ നിന്നേച്ച് പറയുക, എന്താണ് മോനെ ഇങ്ങ് പോരെ, ചാടിക്കോ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എടുത്ത് ചാടും, ഇല്ലേ? അപ്പം അവന് എൻ്റെ അപ്പനിലുള്ള ഒരു വിശ്വാസമാണ് അവിടെ. എൻ്റെ അപ്പൻ എന്നെ പിടിച്ചോളും, എനിക്കൊരു ആപത്തും വരികയില്ല എന്നുള്ള വിശ്വാസം വിശ്വസിച്ച് ആ കുഞ്ഞ് അപ്പനെ ഏൽപ്പിക്കുകയാണ്. 10 വയസ്സുള്ള ഒരു കൊച്ച് ആ ടെറസിൽ നിൽക്കുമ്പം അപ്പൻ താഴെ എന്ന് പറയുക, നീ ഇങ്ങ് ചാടിക്കോ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ചാടുവോ? ആ പണി മനസ്സിലിരിക്കട്ടെ. കാരണം എന്താ? അവൻ അതിൻ്റെ അപ്പന്റെ പ്രായം, അപ്പന്റെ ആരോഗ്യം, അവന്റെ തൂക്കം, ഇതെല്ലാം ഒന്ന് കണക്കൂട്ടി നോക്കിയിട്ട് അവൻ തീരുമാനിക്കും. എന്ത് തീരുമാനിക്കും? എൻ്റെ അപ്പൻ എന്നെ സൂക്ഷിക്കാൻ, എന്നെ കരുതാനായിട്ടുള്ള ആരോഗ്യമില്ല. പ്രിയമുള്ളവരെ, അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വിശ്വാസ ലോകത്ത് പറ്റിയിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിന്റെ അപജയം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറില്ല, അല്ലെ? നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് എന്ന് നമ്മളെ കുറിച്ച് തന്നെ പറയുന്നു. എന്നാൽ നമ്മളെ ആ വിശ്വസിച്ചതിന്റെ ഫലമായിട്ടുള്ള ആ ഏൽപ്പിക്കൽ എന്ന് പറഞ്ഞതായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് ആർക്കും കടക്കാൻ കഴിയുന്നില്ല. അത് കടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമായുള്ള വിശ്വാസമല്ല. എന്തായാലും നമ്മുടെ ഉള്ളിൽ
ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയാത്തപ്പം ദൈവം വിശ്വാസത്തിന്റെ മാർഗം ഉണ്ടാക്കിയിട്ട് ഈ വിശ്വാസമാകുന്ന പാലത്തിലൂടെ നമ്മെ നീതീകരിക്കാമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മാറി നിൽക്കുക. ഈ ദൈവത്തിന് എന്നെ സൂക്ഷിക്കാൻ കഴിയുമോ, എന്നെ അക്കരയ്ക്ക് എത്തിക്കാൻ കഴിയുമോ, എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാതെ നാം മാറി നിന്നാൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാള് നമ്മെ ഏകപക്ഷീയമായിട്ട് പൂർണ്ണമായിട്ടും അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളായിരിക്കും. കർത്താവ് വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല, നമ്മൾ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ വലിയൊരു പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ജീവിതം അങ്ങ് ശരിയാവുന്നില്ല എന്നൊക്കെ നമ്മളെക്കുറിച്ച് തന്നെയും മറ്റു പലരെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. നമ്മെ തന്നെയും മറ്റു പലരെ കുറിച്ച് നമ്മളങ്ങനെ വിധികളൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാക്ഷാൽ വിശ്വസിച്ചിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ പ്രവർത്തനങ്ങളെ ഉളവാക്കുന്നത് ദൈവമാണ്. പ്രവൃത്തികളെ ഉളവാക്കുന്നത് ദൈവമാണ്. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചത്, അല്ലെ? ഫിലിപ്പിലെ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിക്കുന്നത് എന്ന് നമ്മെ തന്നെ വിശ്വസിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിക്കുന്നുവോ ആ നിമിഷം മുതലാണ്. അപ്പൊ ദൈവം നമ്മളിൽ ഒരു രൂപാന്തരം വരുത്തിയിട്ട് നമ്മളിലൂടെ ജീവിച്ച് നമ്മളിലൂടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ ഫലം, വിശ്വാസത്തിന്റെ അനുസരണമായിരിക്കുന്ന പ്രവൃത്തികൾ നമ്മളിലൂടെ ഉണ്ടാക്കുന്നതിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാതെ നാം കർത്താവിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നാം ചില പ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കുന്നു. ഇതാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. ഇന്ന് ഈ ധർമ്മോപദേശം എല്ലാ സഭകളിലും രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ടി വി കൂടെ ഒക്കെ ഇഷ്ടംപോലെ ധർമ്മോപദേശം കേൾക്കും. പല പ്രസംഗങ്ങളും കേട്ടിട്ട് നമ്മൾ എന്ത് പറയുമെന്നറിയാമോ? നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ ഇന്നത്തെ അത്ര ശരിയായില്ല എന്ന് പറയും. എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകും. പക്ഷേ ആ പ്രസംഗങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മളെ സ്വാധീനിക്കുന്നില്ല. കാരണം നാം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടില്ല. ഈ രക്ഷ എന്ന് പറയുന്നതിന് 3 കാലങ്ങളുണ്ടെന്നൊക്കെ ജോസഫൻ പറയാറുണ്ടല്ലോ. അത് നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. നാം രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അതുവരെയുള്ളതായിട്ടുള്ള എല്ലാ പാപങ്ങളും ദൈവം മോചിച്ച് നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് ആ വീണ്ടും ജന്മത്തോടു കൂടി അവസാനിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തില് അതിന് 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. പിന്നെയും കോപമുണ്ട്, പിന്നെയും രക്ഷയുണ്ട്. എങ്ങനെയാ കോപം വരുന്നത്? വീണ്ടും പാപം ചെയ്താൽ, അല്ലെ? പാപത്തിലേക്ക് വഴുതിപ്പോയാൽ അവിടെ ദൈവത്തിന് ഒരു കാലത്തും പാപത്തെ സഹിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ വീണ്ടും ജന്മത്തോടു കൂടി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഈ നാം രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന നിമിഷം ഒരു നിത്യതയിലേക്കുള്ള യാത്രയുടെ തുടക്കം മാത്രമാണ്. പിന്നെ കോപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പൗലോസ് പുസ്തകം തന്നെ കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, അവനെന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അവൻ എന്നെ പിടിച്ചു, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം നമ്മൾ ആദ്യം സ്വീകരിച്ചതായുള്ള വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ ഒരു തുടർച്ചയാണ്. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാപ്പാടുള്ളത്. എന്താണ് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച്? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 ആർക്കും അറിയില്ലേ? അയ്യോ, അറിയില്ല. എന്താണ്?
ഉറക്കെ പറ. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിവർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുകയും നീതീകരണത്തിനായി അല്ലെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ആ വാക്യം യഥാർത്ഥത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ആ ഒരു സമയത്തെ ഒരു കാര്യമായിട്ടല്ലേ. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിവർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അല്ലേ. വിശ്വാസത്തിന് ഒരു തുടർച്ചയുണ്ട് അല്ലെ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. അപ്പൊ വിശ്വാസത്തിനൊരു തുടർച്ചയുണ്ട്, രക്ഷയ്ക്കും ഒരു തുടർച്ചയുണ്ട്. എന്താ? കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ എബ്രായ ലേഖനത്തില് കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനല്ലോ. അപ്പോൾ രക്ഷയ്ക്കൊരു തുടർച്ചയുണ്ട്, വിശ്വാസത്തിനൊരു തുടർച്ചയുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിന് ഒരു തുടർച്ചയുണ്ട്. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് നാം ഒരിക്കൽ ഏറ്റു പറഞ്ഞുവെങ്കിൽ അതുകൊണ്ട് അവസാനിപ്പിക്കാനല്ല, നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മുടെ ഏറ്റുപറച്ചിൽ എന്തായിരിക്കണം? യേശു എന്റെ കർത്താവാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസം എന്താണ്? അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നീതീകരണവും പുനരുത്ഥാനവുമായിട്ടുള്ള ബന്ധമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ കഴിച്ചതായിട്ടുള്ള യാഗത്തെ ഞാൻ അത് എല്ലാവർക്കും വേണ്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അംഗീകാരമാണ് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പിതാവ് നടത്തിയത്. നിന്റെ യാഗം മനുഷ്യന്റെ നീതീകരണത്തിനായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് പോരെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നാം മരിച്ചു അല്ലേ എന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ. വീണ്ടും ജന്മം പ്രാപിച്ചാൽ ഏതൊരു വ്യക്തിയും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ആ കർത്താവിൽ മരിച്ചവരാണ്. ഇപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനോടുകൂടി കർത്താവിന്റെ ഉയർപ്പിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ പുനരുത്ഥാനത്തിൽ ജ്ഞാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു ഇല്ലേ? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. എന്നാ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ചേ? നാം കർത്താവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ മരിച്ചുവെങ്കിൽ, ആ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് കർത്താവിനോടുകൂടെ നാം പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ സ്ഥാനം, ആത്മീയമായി നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലാണ്. നാമും പുനരുദ്ധാനം ചെയ്ത ആളുകളാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, നാം അവനിൽ വസിക്കുന്നുവെങ്കിൽ. വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസം എന്താണ് എന്നുള്ളത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആ രക്ഷാകരമായ വിശ്വാസത്തിൽ തുടരുന്നതിനനുസരിച്ച് ദൈവം നമ്മിൽ ചെയ്യുന്ന ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മളിൽ നിന്നുളവാകുന്ന പ്രവൃത്തികൾ, അതായത് ദൈവാത്മാവ് നമ്മളിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യതയുള്ളൂ. പ്രവർത്തിക്കുന്ന നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ? അത് ആദ്യം പത്യോപദേശം പറഞ്ഞിട്ട് പിന്നെ ധർമ്മോപദേശത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ആയിത്തീർന്നുവെങ്കിൽ, അവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, അവന്റെ ജീവന്റെ സമൃദ്ധി നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ, ആ ജീവൻ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളുടെ സ്വഭാവത്തിൽ വരുത്തുന്ന രൂപാന്തരം വഴി നമ്മളിലൂടെ കുറെ പ്രവൃത്തികൾ ചെയ്യും. അതിന് നമുക്കല്ല മഹത്വം, അതിന് മഹത്വം ദൈവത്തിനാണ്. ദൈവമാണത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നിഗളിക്കുവാനായിട്ട് ഒന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഞാൻ ഏറെ അധ്വാനിച്ചു, എന്നാൽ ഞാൻ അല്ല, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവകൃപയത്രേ. പൗലോസ് അപ്പോസ്തലൻ ഒന്നും പ്രശംസിക്കുവാനായിട്ടില്ല. പ്രിയമുള്ളവരെ, അതുപോലെ ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി നമ്മെ ഓരോ നിമിഷവും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്
നമ്മളിൽ രൂപാന്തരം വരുത്തുവാനായിട്ട് നാം വിട്ടുകൊടുക്കുമ്പോൾ, വിശ്വസിച്ച് നാം ഏൽപ്പിക്കുമ്പോൾ, ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മളിൽ നല്ല സ്വഭാവങ്ങളും നല്ല രീതികളും നല്ല പ്രവൃത്തികളും കൊണ്ടുവരിക എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ നിയമം കൊടുത്തുകൊണ്ട്, അടിച്ചേൽപ്പിച്ചുകൊണ്ട്, ഭയപ്പെടുത്തിയൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു, നീതി പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുമായിരുന്നു, അല്ലെ? ഞാൻ ഒരാളുടെ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ എൻ്റെ ഒരു കണ്ണും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പൊട്ടിക്കാതിരിക്കുന്നത്. അപ്പൊ കണ്ണ് പൊട്ടിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? എൻ്റെ ഒരു കണ്ണും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നീതി ചെയ്തു. നീതിമാനായതുകൊണ്ടാണോ ചെയ്തേ? അല്ല, കൽപ്പന അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ണ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നീതി ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളുടെ നീതി പ്രവൃത്തികളൊക്കെ അങ്ങനെയാ. ദൈവം ശിക്ഷിക്കുമോ? ദൈവം അനുഗ്രഹങ്ങൾ പിടിച്ചു വയ്ക്കുമോ? ദൈവം എന്നെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തരാതിരിക്കുമോ? അങ്ങനെ തരാതെ ഒന്നും ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ നേടാൻ വേണ്ടി ഞാൻ ചില പ്രവൃത്തികളൊക്കെ അങ്ങ് ചെയ്യാം, അല്ലേ? നമ്മുടെ നീതി പ്രവൃത്തികൾ അങ്ങനെയാ വരുന്നത്. എന്നാൽ കർത്താവ് നമ്മെ നീതി ചെയ്ത് നീതിമാനാക്കാൻ ആർക്കും കഴിയില്ല, അല്ലെ? ഈ ഭയം പോകുന്ന നാളിൽ, അല്ലെ, ദൈവം എന്നെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നെ, ഞാൻ അവനെ അടിച്ചാൽ അവൻ എന്നെ തിരിച്ചടിക്കും, അത് എൻ്റെ ആരോഗ്യത്തിന് മോശമാണ്, എൻ്റെ സ്റ്റാറ്റസിന് മോശമാണെന്ന് ഒരാൾ ചിന്തിക്കുന്നു. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഭയം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ കയറിയടിക്കും, ഇല്ലേ? അപ്പൊ അടിക്കാതിരിക്കുന്നത് ഞാൻ നീതിമാനായതുകൊണ്ട് അല്ല. ഒരു കൽപ്പനകളെ നാം അനുസരിക്കുന്നു എന്ന് പറയുന്നത് നാം നീതിമാനാണ് എന്നുള്ളതിന് തെളിവേ അല്ല. അതൊരു പക്ഷെ നമ്മുടെ ഭയമായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുമായിരിക്കാം. പക്ഷെ കർത്താവ് ചെയ്യുന്നതായുള്ള പ്രക്രിയ അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, വിശ്വാസത്താൽ നമ്മെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം, നീതിമാന്മാർ തന്റെ നീതിയിലുള്ള വളർച്ചയിലൂടെ അവൻ നീതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൻ എത്ര ആരോഗ്യമുണ്ടെങ്കിലും അവൻ ആരെയും അടിക്കാൻ നിൽക്കില്ല. കാരണം അവന്റെ സ്വഭാവം അതല്ല. അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ദൈവാത്മാവ് അവനിൽ വസിച്ച് അവനിൽ രൂപാന്തരം വരുത്തി അവനിൽ ദീർഘക്ഷമയും അവന് കരുണയും ഒക്കെ അവനെ ലഭിച്ചിട്ട് അവൻ നീതിമാനായിത്തീരുന്നു. നീതിമാനാണ് നീതി ചെയ്യേണ്ടത്. നീതിമാനെ നീതി ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതാണ് ദൈവിക നീതി എന്ന് പറയുന്നത്. മനുഷ്യ നീതിയെക്കുറിച്ചും ദൈവിക നീതിയെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതാണ്. മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത് അവൻ ചെയ്യുന്നതായിട്ട് ചില നീതി പ്രവൃത്തികളാണ്. അത് അവൻ നീതിമാനായതുകൊണ്ടല്ല. കാരണം നീതിമാൻ ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ നീതി ചെയ്യുന്നത് അവൻ നീതിമാനായതുകൊണ്ടാണ്. നീതി ചെയ്ത് നീതിമാനാകാൻ ആർക്കും കഴിയുകയില്ല. നീതിമാനായതുകൊണ്ട് നീതി, അതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പ്രവൃത്തികളാൽ ആർക്കും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. നാം നമ്മെ തന്നെ വിശ്വസിച്ച് കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നാം നമ്മെ തന്നെ പരിശോധിക്കണം. സഭായോഗങ്ങൾക്ക് വരുന്നത് കൊണ്ടോ, വെള്ളവസ്ത്രം ധരിച്ചാലോ, മേൽമീശ എടുത്താലോ, അങ്ങനെയുള്ള ഇന്നൊക്കെ ആളുകള് അങ്ങനെ ഭക്തിയുടെ ഒരു വേഷം, അല്ലെ, കാണിക്കുന്ന ഒരു രീതിയാണുള്ളത്. മേൽമീശ എടുക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? എന്താണ്? സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. മണവാട്ടിക്ക് മീശയുണ്ടോ? മണവാട്ടിക്ക് മീശയില്ല, അല്ലെ? അതുകൊണ്ട് മേൽമീശ എടുക്കുക. അത്ര നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന ക്രിസ്തീയ ലോകമാണിത്. എന്നാൽ ഒന്ന് ചിന്തിച്ചുകൂടെ? മണവാട്ടിക്ക് സാരി ഉണ്ട്, എല്ലാവരും ഈ മേൽമീശ പിടിക്കുന്ന ഒരു സാരി എടുത്തുകൊണ്ടാണോ വരുന്നത്? അല്ല. പലപ്പോഴും ആളുകൾ ചോദിക്കും, ചിലപ്പോൾ പാസ്റ്ററാണെന്ന് ചോദിക്കും. പാസ്റ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലര് പിന്നെ ആദ്യം മീശയിലേക്കാണ് നോക്കണേ. പാസ്റ്റർക്ക് മീശ പാടുണ്ടോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പ്രിയമുള്ളവർ, അങ്ങനെ ഭൗതികമായിട്ടുള്ള ചില വേഷവിധാനങ്ങളിലൂടെയൊക്കെ നമ്മെ വിശ്വാസിയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ളത്. അതൊന്നുമല്ല. അതിലൊന്നും നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയില്ല. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തെ അധപതനത്തിന്റെ ഏറ്റവും വലിയ കാരണം നമ്മളുടെ വിശ്വാസം ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. വിശ്വാസം ശരിയാണെങ്കിൽ പ്രവൃത്തികൾ ഉണ്ടാകും. വിശ്വാസം ശരിയല്ല എങ്കിൽ ഒരിക്കലും പ്രവൃത്തികൾ ഉണ്ടാകുകയില്ല. അപ്പോൾ ആളുകൾ പ്രവർത്തിക്കുന്നില്ല, നന്നാവില്ല എന്ന് പറഞ്ഞ് ആരെയും നമ്മൾ ഉപദേശിച്ചിട്ടും പേടിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല. നമ്മൾ പോകേണ്ടത് പ്രവൃത്തികൾ ഉണ്ടാകേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിലേക്കാണ്. എങ്ങോട്ടാണ്? വിശ്വാസം. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിത കാര്യങ്ങളൊക്കെ കർത്താവ് ക്രമപ്പെടുത്തുമെന്നുള്ളതാണോ നമ്മുടെ വിശ്വാസം? പോയി. അതല്ല.
വിശ്വാസം എന്താണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രത്യാശ എന്താണ്? പ്രത്യാശ എന്ന് പറഞ്ഞാൽ ആശിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള, ആശയ്ക്കെതിരായിട്ടുള്ള വിശ്വാസമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശ എന്താണ്? യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്ന് നാം അറിയുന്നു. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ്? ആശ എന്താണ്? അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ആരിൽ? കർത്താവായ യേശുക്രിസ്തുവിൽ ഈ പ്രത്യാശ. ആ പ്രത്യാശ എന്താണ്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലീകരിക്കുന്നു. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം, ഞാൻ മരിച്ചാലും കർത്താവ് വന്നാലും ഞാൻ അവനോട് സദൃശ്യന്മാരായി തീർന്ന് അവനെ കാണും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. കാണാത്ത കാര്യങ്ങളെ നിശ്ചയം, അല്ലേ? കാണാത്ത കാര്യങ്ങളെ കുറിച്ച് എന്താ നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം, അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ കാണാത്ത കാര്യങ്ങൾ എന്താണ്? അഞ്ചാം അധ്യായമല്ല, 4-ാം വാക്യം, 4-ാം അധ്യായം. കാണുന്നതിനെയല്ല, 18-ാമത്തെ വാക്യം, കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഈ കാണാത്ത കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാ? നിത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒന്നും ഈ ലോകത്തിലുള്ള എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുന്നതല്ല. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ ഉളവാകുന്ന കാര്യമല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനോട് സദൃശ്യനായി തീർന്ന് ക്രിസ്തുവിനെ കാണും. അതുപോലെ ആ നിത്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യം മാത്രമാണ് വിശ്വാസം. അതിനാണ് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നാം ഏൽപ്പിക്കേണ്ടത്. അങ്ങനെ ഏൽപ്പിച്ച് നാം ദൈവസന്നിധിയിൽ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ഈ പ്രവാസകാലത്ത് വേണ്ടതെല്ലാം ദൈവം നമുക്ക് ഒരുക്കിക്കൊള്ളും. നമ്മുടെ കണ്ണെപ്പോഴും, അല്ലേ, ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ എങ്ങോട്ട് നോക്കാനാ പറഞ്ഞിരിക്കുന്നത്? എങ്ങോട്ട് നോക്കാനാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിലേക്ക് നോക്കുക. ക്രിസ്തു എവിടെയാ ഉള്ളത്? പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് നാം ജീവിക്കുന്ന ജീവിതം, നിത്യതയിലേക്ക് നോക്കുന്ന ജീവിതം, നമ്മുടെ ഉപജീവന ചിന്തകളൊക്കെയും ദൈവസന്നിധിയിൽ ഇട്ടുകൊടുത്തിട്ട് അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടാതെ ജീവിക്കുന്ന ജീവിതം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമായുള്ള വിശ്വാസമാണോ? എന്നോ ഒരിക്കൽ വിശ്വസിച്ച് അതിനെ വിട്ടുകളഞ്ഞ് ഇന്ന് കാഴ്ചയാൽ ജീവിക്കുന്ന ആളുകളാണോ? നമ്മുടെ ഈ ലോകത്തിലെ ഉപജീവന ചിന്തകളെ കുറിച്ചുള്ള ഭാരത്താലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം കാഴ്ചയാലുള്ള ജീവിതമാണ്, വിശ്വാസത്താലുള്ള ജീവിതമല്ല. പ്രിയമുള്ളവരെ, ഈ വിശ്വാസ ജീവിതം നമ്മളുടെ
ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.